കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമൂർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയരേ, നാം ഇപ്പോൾ ചിന്തിക്കുന്ന വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രമെന്ന യാഗത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒപ്പം സന്തോഷവും നിറഞ്ഞതാണെന്ന് കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയരേ, ഈ ജീവിതമാകുന്ന ഈ സർക്കിളിൽ നിന്നുകൊണ്ട് നാം ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിനെ കൈപ്പെടാതെ ഒരു മകൻ അപ്പനോടെന്ന പോലെ, ഒരു മകൾ അപ്പനോടെന്ന പോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ അപ്പനായ കർത്താവിനോട് പറയുവാൻ നമുക്ക് സാധിക്കണം. അത് നന്ദിയോടുകൂടി ആയിരിക്കണം. ഒരു കാര്യം നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാൻ വരുമ്പോൾ നീ ആദ്യമേ അപ്പനോട് നന്ദി പറയണം. എന്തെന്നാൽ നീ എന്ത് പറയാൻ വരുന്നുവെന്ന് അപ്പൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൻ അത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പനത് നിനക്ക് തരുവാൻ, സാധിച്ചു തരുവാൻ അവിടുന്ന് ശക്തനാണ്. അവിടുത്തെ കഴിയും. അവിടുന്ന് കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. ആകയാൽ ഒരു മകൻ അപ്പനോട് ചോദിക്കുന്നതിന് മുമ്പ് അപ്പൻ നടത്തി കൊടുക്കുന്ന പോലെ സ്വന്തം മകനെ മനസ്സിലാക്കി അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിനേക്കാളും അധികമാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ. നമ്മൾ എന്തൊരാവശ്യവും നിറവേറ്റി തരുവാൻ അവിടുന്ന് സദാ സന്നദ്ധനായി നമുക്ക് കാത്തിരിക്കുകയാണ്. വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നിട്ട് നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ പോലെ, ധൂർത്തപുത്രനെ പോലെ, ധൂർത്തപുത്രൻ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ യഹോവയായ ദൈവം നമുക്കായി തൻ്റെ വീടിൻ്റെ വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് നമുക്കായി കാത്തിരിക്കുന്നു. അവിടെ നമ്മുടെ ദുഃഖം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാം എപ്പോഴും സന്തോഷവും പ്രസന്നതയുമുള്ളവരായിരിക്കണമെന്ന് അവിടെ നിരന്തരം ആഗ്രഹിക്കുന്നു. ആയ പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിന്